ഞാനൊരു ബീച്ചിലോട്ട് പോയിട്ടുണ്ടായി കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബീച്ചായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ വെള്ളം ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ വെയിൽ ഭയങ്കര കുറവായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ നിഴലെടുക്കണം എന്നുണ്ടായിരുന്നു. നിഴലെടുക്കാൻ ട്രൈ ചെയ്തപ്പോൾ എടുക്കാൻ പറ്റിയില്ല. കാരണം അവിടെ വെയിൽ ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശരി പോട്ടെ എന്ന് വെച്ച് ഞാൻ നേരെ നടന്നപ്പോൾ ഒരു പക്ഷിനെ കണ്ടായിരുന്നു. ആ പക്ഷിയുടെ അടുത്ത് പോയി നിന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ച് നോക്കിയപ്പോൾ ആ പക്ഷി അവിടെ നിന്ന് പറന്നുപോയി. അപ്പോഴത്തേക്കും എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഫോട്ടോ. പിന്നീട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കണ്ടത് മണ്ണിൽ 2 മരങ്ങൾ നട്ടു വെച്ചിരിക്കുന്നു. എന്തിനാണെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ ഒരു പഴഞ്ച വീടുണ്ടായിരുന്നു. പിന്നെ പുളിമാങ്ങക്കുള്ളൊരു ചെറിയ പെട്ടിക്കട. പിന്നെ അവിടെ ഒരു മീൻ പിടിക്കാൻ നിർത്തിക്കുന്ന വഞ്ചയൊക്കെ കണ്ടായിരുന്നു. പിന്നെ നടന്ന് ഞാൻ ഒരു മരത്തിൻ്റെ താഴെ എടുത്ത് മുകളിൽ നോക്കിയപ്പോഴാണ് കണ്ടത് മുകളിൽ ഒരു ഇലകൾ പോലും കണ്ടില്ല. പിന്നെ എന്തോ ഡെക്കറേഷൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ പാമ്പിൻ്റെ അടയാളമാണെന്ന് വെച്ചു. പിന്നീട് മനസ്സിലായി എനിക്കതല്ല, ഇത് വെള്ളമൊഴുക്കിൻ്റെ അടയാളമാണെന്ന്. പിന്നെ ഒരു സൂര്യനും കൂടി ഞാൻ ഒന്ന് ക്യാച്ചപ്പ് ചെയ്ത് കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ കടലിലോട്ട് ഇറങ്ങാൻ വേണ്ടി ജസ്റ്റ് അങ്ങോട്ട് പതുക്കെ മുന്നോട്ട് പോയി. കാരണം കടലിൻ്റെ ഈ കാറ്റും എല്ലാം തന്നെ നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് പീസ്ഫുൾ ആക്കും. അതുകൊണ്ട് ഞാൻ കടലിലോട്ട് ജസ്റ്റ് അങ്ങോട്ടൊന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടത് 2 കാക്കകൾ അവിടെ നിന്ന് കൊഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കണ്ട കാഴ്ചയാണ് ഫാമിലി ആയിട്ട് എല്ലാവരും വന്ന് എൻജോയ് ചെയ്യണത്. പിന്നെ മരത്തിന് മുകളിൽ എന്തോ ഡെക്കറേഷനൊക്കെ ചെയ്തു വെച്ചു. പിന്നെ ലവ് ബേർഡ്സ് പോലെ കുറേ ആൾക്കാർ നടന്നു വരുന്നുണ്ടായിരുന്നു. പിന്നെ സൂര്യനും ബീച്ചും ഒരുമിച്ച് കണ്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ അവിടുത്തെ മരത്തടികളിൽ കുറേ ഡെക്കറേഷനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ടായിരുന്നു. ബീച്ചിൽ ഐസ്ക്രീം ഇല്ലാതെ എങ്ങനെയാണ് പിന്നെ അവിടുത്തെ കുറേ കുട്ടികളൊക്കെ ബീച്ചിൽ കളിച്ചിട്ട് നടന്നു വരികയാണ്. പിന്നെ ഒരു ചെറിയ പപ്പിക്കുട്ടിനെ കണ്ട് അത് കഴിഞ്ഞ് അവിടുത്തെ ഒരു ചായക്കടയിൽ ഞാൻ ചായയും കടിയും കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി.